കാശിയിലെ അന്നപൂർണേശ്വരി. വളരെ കാലം മുൻപ് കാശിയിൽ ശിവഭഗവാനും പാർവതീദേവിയും ലോകത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പരമസന്യാസിയായ ശിവഭഗവാൻ ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഈ ലോകത്തിലെ എല്ലാം മായയാണ്. ഭക്ഷണം പോലും മായയാണ്. ബ്രഹ്മത്തെ തിരിച്ചറിയാതെ ഒന്നിനും യഥാർത്ഥ മൂല്യമില്ല. പ്രപഞ്ചമാതാവായ പാർവതീദേവി സൗമ്യമായി വിയോജിച്ചു. അവർ പറഞ്ഞു: മഹാദേവ, ഭക്ഷണം മായയല്ല, ഭക്ഷണം ജീവിതം തന്നെയാണ്. അന്നമില്ലാതെ ഒരു ജീവിക്കും അതിജീവിക്കാൻ കഴിയില്ല. വിശപ്പ് യഥാർത്ഥമാണ്. പോഷണമില്ലാതെ സത്യാന്വേഷണം പോലും അസാധ്യമാണ്. എന്നാൽ ത്യാഗത്തിൽ മുഴുകിയ ശിവഭഗവാൻ ഇങ്ങനെ ശഠിച്ചു: പ്രത്യക്ഷപ്പെടുന്നതെല്ലാം മായയാണ്. വിശപ്പ് പോലും മായയാണ്. അന്നത്തിന്റെ പ്രാധാന്യം ശിവഭഗവാനെയും മുഴുവൻ ലോകത്തെയും പഠിപ്പിക്കാൻ പാർവതീദേവി അപ്രത്യക്ഷനായി. ഉടനെ ലോകം മുഴുവൻ ക്ഷാമത്താൽ വലഞ്ഞു. വയലുകൾ വറ്റിപ്പോയി, നദികൾ ചുരുങ്ങി, ധാന്യപ്പുരകൾ ശൂന്യമായി. ഋഷിമാർക്കും ഭക്തർക്കും പോലും സ്വയം നിലനിർത്താൻ ഒരു പിടി ഭക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട ഭക്തർ കഷ്ടപ്പെടുന്നത് കണ്ട ശിവഭഗവാൻ തന്നെ തന്റെ വാക്കുകളിലെ തെറ്റ് മനസ്സിലാക്കി. ഭക്ഷണമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ധ്യാനമില്ലാതെ ധ്യാനമൊന്നും സാധ്യമല്ലായിരുന്നു. ആ നിമിഷം പാർവതീദേവി വീണ്ടും കാശിയിൽ അന്നപൂർണം നിറച്ച സ്വർണപാത്രം പിടിച്ച് ഒരു തിളക്കമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ കണ്ണുകൾ മാതൃകാരുണ്യത്താൽ തിളങ്ങി. ദേവി സ്വന്തം കൈകളാൽ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങി. ശിവഭഗവാൻ ദേവിയുടെ മുന്നിൽ വണങ്ങി പറഞ്ഞു: അന്നപൂർണ മാതാവേ, നീയില്ലാതെ ലോകത്തിന് നിലനിൽക്കാൻ കഴിയില്ല. നീ മായയല്ല, ജീവൻ നൽകുന്ന ശക്തിയുടെ സ്വത്താണ്. അന്നു മുതൽ പാർവതീദേവി അന്നപൂർണ ദേവിയായി ആരാധിക്കാൻ തുടങ്ങി. ഒരു ഭക്തനും വിശക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നവൾ. കാശിയിൽ അവരുടെ ക്ഷേത്രം ഇപ്പോഴും വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിലകൊള്ളുന്നു. ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു: അന്നമുള്ളിടത്ത് ബ്രഹ്മമുണ്ട്. ആഹാരം ദിവ്യമാണ്. അത് വെറും ദ്രവ്യമല്ല, മറിച്ച് ദേവിയുടെ പ്രസാദമാണ്. ശരീരത്തെ പോഷിപ്പിക്കാതെ ഒരു ആത്മീയ യാത്രയും സാധ്യമല്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ദിവ്യമാതാവിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്.